ഹലോ, ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെത്തോലി വറുത്തതാണ്. ഇത് കുറച്ച് വെറൈറ്റി രീതിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് എടുത്താൽ മതി, എടുത്തിട്ട് നമ്മൾ ഇടികല്ലിനകത്ത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം ഇട്ട് ചതയ്ക്കാനായിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഇടിച്ച് ചതച്ചതിന് ശേഷം അതിനകത്തേക്ക് 2 പച്ചമുളക് ഇട്ടിട്ട് അതും കൂടെ ചതച്ചെടുക്കണം. ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും എല്ലാവർക്കും ഫ്ലേവറൊക്കെ ഒരുപാട് കൂടുന്ന ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എരിവിനനുസരിച്ച് പച്ചമുളകും, അതുപോലെ തന്നെ നമ്മൾ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് നമ്മളിനി ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി, മീനിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടിയായാലും നമുക്ക് മാറ്റം വരുത്താം. അതുപോലെ തന്നെ എല്ലാം അതിനനുസരിച്ച് തന്നെ മാറ്റാം. അപ്പോൾ ഇനി കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ നെത്തോലി അതുമായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അത് വെച്ച് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, അപ്പോൾ കുറച്ചും കൂടെ സെറ്റാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നെത്തോലി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിലായിരുന്നു, ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. പിന്നെ ഒരു സൈഡ് ഒന്ന് വെന്തെന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിടാം. അത് തിരിച്ചിട്ട് ഞാനിപ്പോൾ തിരിച്ചിടുവാണ് കേട്ടോ. അതൊരു സൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനി നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ആ സൈഡും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതാണ്ട് ആ സൈഡും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ചതയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു ഫ്ലേവർ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് മുകളിൽ കറിവേപ്പില